ഹായ് ഗൈസ്, അപ്പോൾ രാവിലെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ബേസിക് സ്റ്റോക്കിന് പോകണം ഗൈസ്. ചെറിയൊരു പരിപാടിയായിട്ട് പോകുന്നു. ചെറിയ പരിപാടിയാണ്, വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലഞ്ച് കഴിക്കാമെന്നോർത്താണ് പോകുന്നത്. പക്ഷേ ഡിന്നറാവും മിക്കവാറും. സോ നമ്മൾ ബേസിക് സ്റ്റോക്കിന് പോകുന്നു ഗൈസ്. ഫുള്ള് ഫ്രോസ്റ്റ് അടിച്ച് കിടക്കുകയാണ് ഗൈസ്. ഏറ്റവും വെയിലാണ്. വെയിൽ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ചൂടായിരിക്കുന്നു. പക്ഷേ ഫീസ് ലൈക്ക് -2, -3 ഒക്കെയാണ്. വഴി പുല്ലും എല്ലാം ഫ്രോസ്റ്റ് അടിച്ച് കിടക്കുന്നു. അതായത് നല്ല കിടുക്കാച്ചി തണുപ്പാണ് ഇവിടെ. മൈക്കിൾ തണുക്കുന്നുണ്ടോ? മൈക്കിൾ ടിക്കറ്റ് എടുത്തു. ഗോയിങ് ടു റെഡിങ്. ദെയർ ആഫ്റ്റർ ടു ബേസിക് സ്റ്റോക്ക്. ഒറ്റ തണുപ്പാണ് ഗൈസ്. ഹായ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, UK ട്രെയിനിലെ ബാത്റൂം. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഈ ട്രെയിനിൻ്റെ ആക്സസിബിലിറ്റി ബോഗി, അല്ലെ വീൽ ചെയറോ പ്രാമൊക്കെ ആക്കാൻ പറ്റുന്ന ബോഗി. ഇത് ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സെറ്റപ്പാണ്. ഇത് നമ്മുടെ നാട്ടിലെ പുതിയ വന്ദേ ഭാരതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇത് വളരെ സൗകര്യമാണ്. വീൽ ചെയറുകാർക്കും പ്രായമുള്ളവർക്കും ഒക്കെ സൗകര്യമുള്ള കാര്യമാണ്. സ്ട്രെയിറ്റ് ടിക്കറ്റ് ഒരു ടിക്കറ്റ് വെക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെ എളുപ്പമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ബേസിക് സ്റ്റോക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആദ്യത്തെ പരിപാടി, ഇവിടെ ഒരു കത്തീഡ്രലുണ്ട്. കത്തീഡ്രൽ വരെ പോയിട്ട് വരാമെന്നുണ്ട് ഗൈസ്. ഇതാണ് ദ ആൻവിൽ. ഇതൊരു ആർട്ട് ഷോ ഒക്കെ നടത്തുന്ന തിയേറ്റർ, അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ്. നമ്മുടെ മോളും പുറകെ കാണുന്ന മോളുടെ ഒരു സൈഡാണ്. സിറ്റി എല്ലാം കൂടെ ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുക. ഈവൻ റോഡ്സ് പോലും എല്ലാം കൂടെ ഒരു ഇൻ്റഗ്രേറ്റഡ് കൺസ്ട്രക്ഷനാണ്. നമ്മളിനിയും ഈ പാലം കയറിയാണ് പോകുന്നത് ഗൈസ്. താഴെ കാണുന്ന മെയിൻ ഹൈവേ ആണ്. അപ്പം അതിൻ്റെ ഈ കാണുന്നത് മോളാണ്. അപ്പോൾ മോളിൻ്റെ സൈഡിൽ കൂടെ ഒരു ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. നമ്മളവിടെ കാണുന്നതാണ് നമ്മളിന്ന് പോകുന്ന കത്തീഡ്രൽ. ഇതെല്ലാം മോളിൻ്റെ ഭാഗമാണ്. ഇത് പള്ളി അടുത്തുള്ള എന്തോ വാക്കിംഗ് ട്രെയിലോ കാര്യങ്ങളോ ഒക്കെയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ കുഞ്ഞു വഴികളും പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട് പള്ളിയോട് ചേർന്ന്. അതങ്ങോട്ട് 8 മിനിറ്റ് നടക്കണം. അപ്പോൾ നമ്മൾ ഇതിലെ നടന്ന് കത്തീഡ്രലിലോട്ട് പോവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ടു ഓൾഡ് ആണ് അന്ന് പറയപ്പെടുന്നത് ഈ പള്ളി. അപ്പോൾ നമുക്കകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൻ്റെ പേര് സെയിൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ എന്നാണ്. അന്ന് വന്നപ്പോൾ നമുക്കകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഒന്നോ ക്ലോസ്ഡ് ആണ്. കോഷ് ലോക്ക്ഡൗൺ ഗൈസ്. അപ്പോൾ ഇന്നും കയറാൻ പറ്റിയില്ലെന്നർത്ഥം. ലാസ്റ്റ് ടൈം വന്നപ്പോഴും കയറാൻ പറ്റിയില്ല ഗൈസ്. അതെ, അന്ന് നമ്മൾ പുറത്തോടെ നടന്നതേ ഉള്ളൂ. സെയിൻറ്റ് മൈക്കിൾസ് കത്തീഡ്രലിനാണ് ഇതിൻ്റെ പേര്. സോ അപ്പോൾ ഈ തവണയേ ഇല്ല. അപ്പോൾ നമ്മൾ ശവകുടീരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ കാണാം ഫെസ്റ്റിവൽ പ്ലേസ് എന്ന് പറഞ്ഞ്. ഇത് ആ മോളിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു ബിൽഡിംഗ് സമുച്ചയമാണെന്നാണ് പറഞ്ഞത്. വഴിയുടെ മേളിൽ കൂടെ ഒക്കെ പോകണമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ എ വേ ഇറ്റ്സ് ഗുഡ്, പക്ഷേ നമുക്ക് ആദ്യം വരെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇത് എങ്ങോട്ടാണ് എന്താണെന്ന് മനസ്സിലാവില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഇതിൽ നടന്ന് നമുക്കൊരു സൈഡിൽ കൂടെ കയറാം. ഇൻറ്റു ദ മോളിൽ കൂടെ കയറിയാൽ നമുക്ക് ഹൈ സ്ട്രീറ്റിൽ ചെല്ലാൻ പറ്റുള്ളൂ ഗൈസ്. നമ്മൾ ഫെസ്റ്റിവൽ മോളിനകത്ത് കയറി. ഒരു ഇച്ചിരി ചൂടുണ്ട് ഇതിൻ്റെ അകത്ത്. തണുപ്പിൽ നിന്നൊരു രക്ഷ.
ഇത് ഭയങ്കര ഹ്യൂജ് മോളാണ്. നിങ്ങൾക്ക് മേളിൽ വഴിയൊക്കെ കാണാം. ക്രിസ്മസ് ഡെക്കറേഷൻ ഒന്നും അയച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ലെറ്റ്സ് എക്സ്പ്ലോർ ദ മോൾ ഗൈസ്. നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ടെന്നാലും വൺസ് അഗെയിൻ വി ആർ ഗോയിങ് ത്രൂ ഇറ്റ്. ആൻഡ് നമ്മുടെ ഉദ്ദേശം നമുക്ക് ഹൈ സ്ട്രീറ്റിൽ ചെന്ന് പെടണം. നമ്മളുടെ യൂഷ്വൽ കടകളൊക്കെ തന്നെ ഇവിടെ. നമ്മളിവിടെ ഒരു കട തപ്പിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. അപ്പോൾ കുറേ കാണുന്നതെല്ലാം വാച്ചിൻ്റെ ഷോപ്പീസുകളാണ്. അപ്പോൾ ഇതിൻ്റെ കടയുടെ പേര് ബീവർ ബുക്സ് എന്നാണ്. അപ്പം കുറച്ച് ലക്ഷറി വാച്ചസും ജ്വല്ലറീസും ഒക്കെ വിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ഡയമണ്ട്സ് അങ്ങനത്തെ ഒക്കെ. ജസ്റ്റ് ക്വൈറ്റ് നൈസ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കടയാണ്. മേടിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ തീരുമാനം. ബട്ട് യാ, വി വിൽ ഗെറ്റ് ആൻ എസൻസ് ഓഫ് ലക്ഷറി ഹിയർ ഗൈസ്. ലെഗോ കൊണ്ട് സൂപ്പർ കാറുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടാ ഇത് കണ്ടോ? ഇത് നമ്മുടെ RC കാറുകളാണ്. പൊളി. ഓ ഗൈസ്, നമ്മൾ മേളത്തെ നില വന്ന് മേളിൽ നിന്ന് താഴോട്ട് നോക്കുന്നു ഗൈസ്. ഇത് ഇങ്ങനത്തെ ഒരു റെട്രോ ഷോപ്പാണ് ഗൈസ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. റേഞ്ചർ തിങ്ങിൻ്റെ ഹൈപ്പ് കാരണം ഇതിൻ്റെ ടീഷർട്ട്, പിന്നെ എൽഫയർ ക്ലബിൻ്റെ ഡഞ്ചൻ ആൻഡ് ഡ്രാഗൺസ് ഗെയിം കളിക്കുന്ന ബോർഡ്, സ്ട്രേഞ്ചർ തിങ്സ് സ്റ്റഫുകളെല്ലാം ഉണ്ട് ഗൈസ്. സ്ട്രേഞ്ചേഴ്സ് തിങ് കോമിക് ബുക്കുകളാണ് ഗൈസ്. വി ഫോർ വെൻഡറ്റ, ബാറ്റ്മാൻ ഉണ്ട്, നിഞ്ച ടർട്ടിൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൂടെ കുറച്ച് പ്ലസ് ടോയ്സും ഉണ്ട് ഗൈസ്. വൺ പീസിൻ്റെ സാധനങ്ങളുണ്ട്. പഴയ റെട്രോ CD, പഴയ മ്യൂസിക് ബാൻഡിൻ്റെയൊക്കെ CD, സിനിമ എല്ലാം ഉണ്ട് ഗൈസ്. ഇതുപോലത്തെ സിമിലർ സ്റ്റോറാണ് ഹൈവേക്ക് മേലെ പണ്ട് പോയപ്പോഴും ഉണ്ടായിരുന്നത്. സിമിലർ ടു ദാറ്റ്. നമ്മുടെ പഴയ വിനൈൽ അതാണ്. ഇതാണ് ഗൈസ് വിനൈലിൻ്റെ ബോർഡ് ഓടിക്കാൻ വേണ്ടിയുള്ള, വിനൈൽ ഡിസ്ക് ഓടിക്കാൻ വേണ്ടിയുള്ള ഡിവൈസ് ഗൈസ്. കുക്കും വെച്ചിട്ടായി പൊളി. ഈ പ്രിൻ്റിലുള്ള ബനിയനുകളാണ് താഴെ ഇരിക്കുന്നത്. ഇത് വേണേലും എടുക്കാം. ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് എടുക്കാം ഗൈസ്. മെർക്കൻഡൈസ് ഇറങ്ങി തുടങ്ങിയോ? കോഷ് K-pop എന്ന് പറഞ്ഞ സാജാ ബോയ്സിൻ്റെ സ്റ്റെപ്പിടാവേ ചമ്മി കഴിഞ്ഞ ഗൈസ്. അത് കൊള്ളായിരുന്നു. അതൊരു എന്താ ഇത് പറയുന്നത്, ക്രേസാണ് ഈ സാധനങ്ങൾ. പിന്നെ ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ബേസിക് സ്റ്റോക്ക് ഹൈ സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹൈ സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെയും ഒരുപാട് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസൊക്കെ ഉണ്ട് ബേസിക് സ്റ്റോക്കിലും. സോ ഇന്ത്യൻ ഫുഡ് ജോയിൻസും ശ്രീലങ്കൻ ഫുഡ് ജോയിൻസും അങ്ങനെ പല ഏഷ്യൻ ജോയിൻസുകളും ഇവിടെയുണ്ട്. ഇനി UK സ്റ്റേറ്റ് പോലെ തന്നെ മേഡൻ ഹെഡും റെഡിങ്ങും ഒക്കെ പോലെ തന്നെ ഇവിടെയും സിമിലറാണ്. പക്ഷേ റെഡിങ്ങിൻ്റെ അത്ര ലൈവ്ലി അല്ല കണ്ടോ. ചെന്നൈ എക്സ്പ്രസ് ജസ്റ്റ് ലൈക്ക് എ സെറ്റ്. എനിവേസ് നമ്മൾ മേളോട്ട് പോകുന്നത് ഗൈസ്. അത് കണ്ടോ ഗൈസ്, ചെന്നൈ എക്സ്പ്രസിൻ്റെ വണ്ടിയിൽ വരുന്ന നിൽക്കുന്നുണ്ട്. കടയുമുണ്ട്. കൂടുതൽ സെയിൽ കിട്ടാൻ വേണ്ടിയാന്ന് തോന്നുന്നു ലോറിയിൽ വണ്ടിയിൽ നിർത്തിയിരിക്കുന്നു. ഓ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഹൈ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ലൈറ്റ്സ് ഒന്നും അവരഴിച്ചിട്ടില്ല. ഫുള്ളതാണ്. കൂടാതെ വഴിയിലെല്ലാം ഫ്രോസ്റ്റും ഉണ്ട്. അതുകൊണ്ട് യു ഹാവ് ടു ബി കെയർഫുൾ. ഉരുണ്ട് പിടച്ച് വീഴാതിരിക്കുക. സോ ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നു. ഇവിടെ ഒരു വാർ മെമ്മോറിയൽ പാർക്ക്
അകത്ത് ഗൈസ്. ഇതാണ് ഗൈസ് അതിൻ്റെ എൻട്രൻസ്. നമ്മളിപ്പം റോഡ് ക്രോസ് ചെയ്ത് പോവാണ് ടു അലക്സാണ്ട്ര പാർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് ഈ സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും ഗൈസ്. കൊടും തണുപ്പാണ്. കൊടും തണുപ്പിൽ നമ്മൾ ആ പാർക്ക് വരെ ഓടിപ്പോയിട്ട് ഓടി വരും. ഇതാണ് നമ്മൾ പറഞ്ഞ പാർക്കും വാർ മെമ്മോറിയലുമാണ്. വാർ മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ അതാണല്ലോ ഇവിടുത്തെ എല്ലാ മെയിൻ വാർ മെമ്മോറിയൽ അതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു ഗ്രാൻഡ് പാർക്ക് കൂടെ ഉണ്ട് ഇവിടെ. വലിയൊരു പാർക്കാണ്. ഇറ്റ്സ് നൈസ്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം പോയി നിൽക്കാൻ പോവാണ് ഗൈസ്. ഇച്ചിരി വെയിലുള്ളിടത്ത് വന്നിരുന്നു. ഷെയ്ഡിൻ്റെ അടിയിൽ പോയിരുന്നാൽ ചിലപ്പോൾ ഫ്രീസായി പോകും. അതുകൊണ്ട് വെയിലുള്ളിടത്ത് വന്നിരിക്കുകയാണ്. സ്നാക്കിംഗ് ടൈം ഗൈസ്. അപ്പോൾ നമ്മളൊരു സമോസ ചാട്ടും വടാപ്പാവും ഒക്കെ മേടിച്ചു. അപ്പോൾ കുറച്ചിരുന്ന് ഇവിടെ സ്നാക്ക് ചെയ്യാം ഗൈസ്. ചെന്നൈ എക്സ്പ്രസ്സുകാരൻ്റെ ഫുഡ് കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. തണുപ്പാണേലും ആൾക്കാരെല്ലാം പുറത്തുണ്ട്. എല്ലാവരും നടക്കുന്നു, ഓടുന്നു. നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഒരു റൗണ്ട് നടക്കുവാണ് ഗൈസ്. കാട്ടിക്കൂടെ പോവാണ് ഗൈസ്. ഈ പാർക്കിൻ്റെ സൈഡിൽ തന്നെ ഒരു ഇച്ചിരി ബുഷിയായിട്ട് കുറേ മരങ്ങളും ഒക്കെ ആയിട്ടെല്ലാം നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവരൊരു ട്രെയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഓക്കിങ്. അതെ, സമ്മർ ടൈം ആകുമ്പോൾ ഇതിനകത്തൂടെ പോയാൽ നല്ല കൂളിംഗ് ഇഫക്റ്റാണ്. പക്ഷേ വിൻ്ററിൽ ഇതിനകത്തൂടെ പോയാൽ ഡബിൾ കൂളിംഗ് ആണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുന്ന കേസ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. കുട്ടി ഇതെവിടെ വന്നിരിക്കുന്നത്? എല്ലാന്ന് പറഞ്ഞ എല്ലാ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ബീഫ് ഉലർത്തിയത്, ദോശ വന്നോ, മീൻ പൊള്ളിച്ചത് വിത്ത് കപ്പ. Too hot. Too hot. അപ്പം ആനിവേഴ്സറി ലഞ്ച് ഓർ ഡിന്നർ ഓർ ഏർലി ഡിന്നർ വാട്ടെവർ ഈസ് ഡൺ റൈറ്റ് അറ്റ് LA. കുഴപ്പമില്ലായിരുന്നു ഫുഡ്. അതെ, പഴയ പോലെ ഒന്നും കഴിക്കാൻ മേല, അതുകൊണ്ടുള്ള പാടയുള്ളൂ. കഴിക്കാനുള്ള ഇച്ചിരി ടഫ്നെസ് ഉണ്ട്, എന്താണെന്നറിയില്ല. എനിവേസ് ദോശ അത്ര പോരായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫിഷ്, അതെ, ഫിഷും പ്രോൺസും കൊള്ളായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. So that's it guys. നമ്മളിനി തിരിച്ച് we are walking towards the railway station. സ്പോർട്സ് ബാർ ആണ് ഗൈസ്. വീക്കെൻഡ് ആയപ്പോഴത്തേനും ഫുൾ ഇടിയും തിരക്കുമാണ്. അതായത് നൈറ്റ് ടൈമും ആയതുകൊണ്ട്, നൈറ്റ് ആയില്ല, 5 മണി ആയുള്ളൂ. ബട്ട് ഇറ്റ്സ് ഡാർക്ക് ഹിയർ. അതായത് ഇവിടുത്തെ ക്രിസ്മസ് ലൈറ്റ്സ് ഒന്നും ഇവർ അഴിച്ചിട്ടില്ല. ബേസിക് സ്റ്റോക്ക് ഇൻ കമ്മിങ് ഡേയ്സ് ഇതെല്ലാം അഴിക്കുമായിരിക്കും. ഏതായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്രിസ്മസ് ടൈം വാസ് ഗുഡ് ഹിയർ ഐ ഗസ്. മുടിഞ്ഞ തണുപ്പ് കാരണം പേയ്മെൻ്റ് എല്ലാം ഫ്രോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഗൈസ്. വാവ് മൈക്കിൾ, വാവ്, ക്രിസ്മസ് ലൈറ്റ്സ് കണ്ടോ മൈക്കിൾ? ക്രിസ്മസ് ലൈറ്റ്സ് കണ്ടോ? ആ, ഇതാണ് ഗൈസ് അതിൻ്റെ മെയിൻ ബേസിക് സ്റ്റോക്കിൻ്റെ മെയിൻ സെൻറ്റർ. വാവ്, നടുക്കൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിനിയും ഫെസ്റ്റീവ് പ്ലേസിലോട്ട് പോകുന്നു ഗൈസ്. ക്രിസ്മസ് മാർക്കറ്റ് ഒന്നും ഇവിടെ അടച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ന്യൂ ഇയറും കഴിഞ്ഞ്
ഇതുവരെ അടയ്ക്കാറായില്ല. ജർമ്മൻ ബാട്ട്വസ്റ്റ്, ഇതെല്ലാം ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഭാഗമാണ്. മോസ്റ്റ്ലി ഈ ആഴ്ച കൊണ്ടെല്ലാം ക്ലോസ് ഡൗൺ ചെയ്യും. സോ നമ്മൾ ഇവിടുത്തെ ഫെസ്റ്റിവൽ വലിയ ഹ്യൂമങ്കസ് ആണ് ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്. നമ്മളിതിനകത്തൂടെ കയറി. ഇതിൻ്റെ വൺ ഓഫ് ദ എക്സിറ്റ് ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ. മൈക്കോ ഇവിടുത്തെ മാർക്കറ്റെല്ലാം ക്ലോസ് ചെയ്ത് ഗൈസ്. ഈ ആഴ്ച കൊണ്ടെല്ലാം പൊട്ടിക്കെട്ടും. പിന്നെ വിൻ്റർ ഡിപ്രഷൻ എന്ന് പറയപ്പെടും. പിന്നെ ഈ ടൈം മഞ്ഞായി തണുപ്പായി, എൻഗേജ്മെൻ്റ് ഒന്നുമില്ല. Q4 എല്ലാം പിന്നെ ഇങ്ങനെയാണ് ഗൈസ്, ഡാർക്ക് ആൻഡ് ഗ്ലോമി. അത് കഴിഞ്ഞ് സമ്മർ ആവണം. ഫ്രം ഏപ്രിൽ ഓൺവേർഡ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഫ്രം ദ ലുക്സ് ഓഫ് ഇറ്റ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റെല്ലാം ഇൻഡോറാണ്, അൺലൈക്ക് അതർ പ്ലേസസ്. കാരണം ഈ മോളിങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം ഇൻഡോറായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന കേസ് നിർമ്മൽ റെയിൽവേ സ്റ്റേഷൻ എൻട്രൻസിലെത്തി ഗൈസ്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. വി ആർ ഗോയിങ് ഹോം. ഡിന്നർ വാസ് ഗുഡ്. ഡിന്നറല്ല, എയർലി ഡിന്നർ. അങ്ങനെ ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞു. വീണ്ടും ഒരു പരിപാടിയായിട്ട് വരുന്നിടം വരേക്കും ബൈ ബൈ.